അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. വളരെ രസകരമായിട്ടും കൗതുകമായിട്ടും തോന്നുന്ന ഒരു വിഷയമാണ് വിധി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ ഒരു വിഷയത്തിൽ ഇതിൻ്റെ പൂർണ്ണത അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള സംശയങ്ങൾ, അതുമല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അറിവിൻ്റെ അഭാവത്തിൽ നിരീശ്വരവാദികളായി പോകുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പം വിധി എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഒരല്പം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോസ്റ്റ് ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടു, കാർ അപകടത്തിൽ മരണപ്പെട്ടു, അല്ലെങ്കിൽ കിടന്നുറങ്ങുന്ന സമയത്ത് മരണപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ട് മരണപ്പെട്ടു, അങ്ങനെയുള്ള പല വിഷയങ്ങൾ. അപ്പോൾ ആളുകൾ ചോദിക്കും, അത് വിധിയാണെങ്കിൽ ട്രാഫിക് ബോർഡിൽ സ്പീഡ് ഇതിൻ്റെ കൊണ്ടുള്ള കാര്യം എന്താണ്, അങ്ങനെ ആളുകളെ ബോധവൽക്കരണത്തിൻ്റെ കാര്യം എന്താണ്, ഹെൽമെറ്റ് ധരിക്കേണ്ട കാര്യം എന്താണ്, ഓക്കെ, ഹെൽമെറ്റ് ധരിച്ചത് കൊണ്ട് കാര്യം, അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾ. അപ്പം ഈ വിധി, അപ്പോൾ നമുക്കിതിൻ്റെ നമ്മുടേതായിട്ടുള്ള നിർവചനത്തിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു വിധി നമുക്ക് ദൈവത്തിനെ കുറ്റം പറയാൻ വേണ്ടി ആളുകൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ദൈവം കണ്ടില്ല, എത്ര ആളുകൾ പ്രളയത്തിൽ മരണപ്പെട്ടു, ഇത്രയും ക്രൂരത ഒക്കെ പറയുന്ന വാക്കുകൾ, വിധിച്ചത് എത്ര ബുദ്ധിമുട്ടുള്ള വേദനിപ്പിക്കുന്ന കാര്യമാണ്, അത്രയും ക്രൂരതയുള്ള ദൈവം എന്നൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വിധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മാറ്റമില്ലാത്തൊരു വാക്കാണ്. ഓക്കെ, നമ്മളിപ്പോൾ വെള്ളം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഗ്ലാസിൻ്റെ രൂപമാണ്. ഒരു പാത്രത്തിൽ, ഒരു ബക്കറ്റിൽ, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ ഒഴിച്ചാൽ ആ പൂളിൻ്റെ രൂപമാണ്. അങ്ങനെ രൂപമില്ലാത്തതാണ് വെള്ളം എന്നതുപോലെ വിധി എന്ന് പറയുന്നത് അങ്ങനെയാണ്. എന്താണോ സംഭവിക്കുന്നത് അതാണ് വിധി. ഓക്കെ, ഒരാൾ അയാളുടെ വിധി അങ്ങനെയാണ്. ഓക്കെ, പക്ഷേ ആ ഒരു വിധി ൻ്റെ രൂപം അങ്ങനെ ആയതുകൊണ്ട് വിധിക്കാം എന്ന് ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചാലാണ് ആ പാത്രത്തിൻ്റെ രൂപമായിട്ടത് മാറുന്നത്. ഓക്കെ, ഒഴിച്ചിട്ടില്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ രൂപമായിട്ടത് മാറുന്നില്ലല്ലോ. ഓക്കെ, അതാണ്. അപ്പം ഒരാൾ ഇപ്പം വലിയ ഒരു കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആൾ എൻ്റെ വിധി ഇങ്ങനെയാണെന്ന് കരുതിയിട്ട് അയാൾ തുള്ളുകയാണ്. ഓക്കെ, അയാളുടെ ജീവിതം സ്വന്തം നശിപ്പിക്കുകയാണ്. എൻ്റെ വിധി ഇങ്ങനെയാണ് എന്നായിരിക്കും എന്ന് തീരുമാനിച്ചിട്ട് അയാൾ, ആ തുള്ളിയ ആൾ ഒരുപക്ഷെ മരിച്ചേക്കാം, അല്ലെങ്കിൽ മരിക്കാതിരുന്നേക്കാം. സത്യത്തിൽ അയാളുടെ വിധി അങ്ങനെയാണ്. കാരണം അത് ലോകം പടച്ച സൃഷ്ടാവിൻ്റെ അറിവ് ആണത്. അറിവ്, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റോഡിലൂടെ 1 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇത്ര സമയം, നടന്നുകൊണ്ടാണെങ്കിൽ ഇത്ര സമയം കൊണ്ടെത്തും, അല്ലെങ്കിൽ ഒരു സൈക്കിളിൽ പോവുകയാണെങ്കിൽ ഇത്ര സമയം കൊണ്ടെത്തും, അല്ലെങ്കിൽ ഒരു കാറിൽ പോവുകയാണെങ്കിൽ ഇത്ര സമയം കൊണ്ടെത്തും എന്നുള്ളത് അറിവല്ല. അപ്പോൾ നമ്മൾ അയാളെ നടത്തിച്ചിട്ട് അയാൾ ഇത്ര സമയം കൊണ്ടെത്തും എന്നുള്ളത് ആലോചിച്ച് നോക്കി. അങ്ങനെയുള്ളൊരു വിഷയം. അയാൾ നടന്നിട്ടാണ് പോകുന്നത്. നടന്നിട്ട് പോകുന്നതാണെങ്കിൽ ഇത്ര സമയം തന്നെ എടുക്കും നടന്നിട്ട് പോകാൻ. അല്ലെ സൈക്കിളിൽ പോകുന്നതാണെങ്കിൽ ഇത്ര തന്നെ സമയം എടുക്കും പോകാൻ. അതാണ് അതിൻ്റെ സെറ്റ് ചെയ്തിട്ടുള്ള അവസ്ഥ, ആ ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിലുള്ള കാര്യം. ഈ നടന്നിട്ട് പോയ ആൾ കാറിൽ പോയ പോലെ എത്താത്തത് കൊണ്ട് അയാൾ അതിനെക്കുറിച്ചിട്ട് പരാതി പറഞ്ഞത് കൊണ്ട് എന്താണ്, അയാൾ നടന്നിട്ടാണ് പോകുന്നത്. ഓക്കെ, അതുപോലെയാണ് ലോകത്തിൻ്റെ അവസ്ഥ.
മനസ്സിലായോ? അതായത് ഇന്നയാൾ നടന്നിട്ടേ പോവൂ, അയാൾ ഇത്ര കാലേ ജീവിക്കൂ, അയാൾക്കുള്ള കഴിവ് വെച്ച് ഇന്നേ സ്ഥലത്തേ എത്തൂ, അയാളെ കൊണ്ട് ഇന്നേ കാര്യം ചെയ്യാൻ പറ്റൂ, അയാൾ ഇന്നേ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടും, അയാൾ ഇന്നേ നേട്ടങ്ങളൊക്കെ അയാളുടെ ജീവിതത്തിലുണ്ടാവും. ഇതൊക്കെ വിധിയാണ്. ഓക്കെ, അത് ആ ഒരു രീതിയിലുള്ള അറിവാണ്. അപ്പോൾ അതിൻ്റെ ആഴത്തിലേക്ക് പോയി ഗവേഷണം നടത്താൻ താല്പര്യമുള്ള ആളുകൾക്ക് ജീവിതം നോക്കി പരിശ്രമിക്കാം. പക്ഷെ അയാൾക്ക് ചെന്നെത്താൻ പറ്റുന്ന പരമാവധി ദൂരം വിധി, ലോകം പടച്ചത് എങ്ങനെയാണോ വിധി പടച്ചതും അത്തരത്തിലാണ്. ആരെങ്കിലും സ്വന്തം കാര്യം വിധിക്കുന്ന നിലക്ക് ഒരു തീരുമാനവും ആർക്കും കൊണ്ടുവരാനുള്ള കഴിവില്ല. ഒരാൾ നിരീശ്വരവാദിയായി ജീവിക്കുന്നു, അയാൾ ഒരുപക്ഷെ മരിക്കുന്നത് നല്ല വിശ്വാസിയായിട്ടായിരിക്കാം. അതേപോലെ നല്ലൊരു വിശ്വാസിയായിട്ട് ജീവിച്ച ആൾ മരിക്കുന്നത് നിരീശ്വരവാദിയായിട്ടായിരിക്കാം. അപ്പം അത് വിധിയാണ്. ഓക്കെ, വിധിയിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ വിധി നിർമ്മിച്ചതാരാണോ ആ നിർമ്മിച്ച ആൾ മാറ്റിയാലല്ലാതെ വിധിയിൽ മാറുകയില്ല. അപ്പോൾ ഓരോ ആളുകൾക്ക് പലതരത്തിലുള്ള പരാതികൾ പല കാര്യത്തിലുണ്ടാവും. അതൊക്കെ വിധി അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ ആ വിധി നിർമ്മിച്ച നിർമ്മാതാവ് അങ്ങനെയാണ് അതിനെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ മാറ്റം വരണമെങ്കിൽ ആര് തീരുമാനിക്കണം? ആ വിധി നിർമ്മിച്ച ആൾ തീരുമാനിക്കണം. ആ വിധി മാറ്റാൻ പറ്റുമോ? പറ്റും. ആര് വിചാരിച്ചാൽ ആ വിധി നിർമ്മിച്ച ആൾ വിചാരിച്ചാൽ മാത്രം. ഓക്കെ, അല്ലാത്തതൊക്കെ ആ വിധി തന്നെയായിരിക്കും അതിൻ്റെ അവസ്ഥ. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് നല്ലൊരു വിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെസ്സേജ്. ഒരാൾ ഏതിലാണോ ഉള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെടുക, പരമാവധി പരിശ്രമിക്കുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഓക്കെ, നല്ല നല്ല നന്മകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ, അതിനുവേണ്ടി പരിശ്രമിക്കുക, കിട്ടിയത് കൊണ്ടും ഉള്ളത് കൊണ്ടും തൃപ്തിപ്പെടുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.